മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള നീക്കം UDF സർക്കാർ തിരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഫിനാൻസ് ബില്ല് സഭ അംഗീകരിച്ചാൽ നിയമമാകും. അത് തടയാനോ തീരുമാനം മരവിപ്പിക്കാനോ UDFന് നിയമപരമായി കഴിയില്ലെന്നും ഈ പുകമറ മദ്യ കമ്പനികൾക്ക് വേണ്ടിയാണെന്നും പിണറായി വിജയൻ വിമർശിച്ചു. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തിയാണ് ചേർന്നത്. നൃപൻ, എന്തൊക്കെയാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങളിലുള്ളത്? അക്ഷയ്, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള നിർദ്ദേശം ഫിനാൻസ് ബില്ലിൽ ഈ വരുന്ന 1-ാം തീയതി ഉൾപ്പെടുത്താനാണ് സർക്കാരിന്റെ തീരുമാനം. അങ്ങനെ ഉൾപ്പെടുത്തുന്നതിനെതിരെയുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് വ്യാപകമായി ഉണ്ടാകുന്നുണ്ട്. പ്രതിപക്ഷം ശക്തമായ നിലപാട് നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അതിലാണ് മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ ശക്തമായ നിലപാട് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. നേരത്തെ അക്ഷയ് സൂചിപ്പിച്ചതുപോലെ ഈ ധനകാര്യ ബില്ലിൽ നികുതി ഇളവ് നിർദ്ദേശം അംഗീകരിച്ചാൽ സ്വാഭാവികമായും അത് നിയമമായി മാറും. അത് നടപ്പാക്കുന്നത് തടയാൻ പിന്നീട് UDFന് നിയമപരമായി കഴിയില്ല. ബിൽ പാസ്സായി നിയമത്തിന്റെ ഭാഗമാകുന്ന നികുതി നിർദ്ദേശം പിന്നീട് എക്സിക്യൂട്ടീവ് ഉത്തരവ് കൊണ്ട് പോലും മരവിപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യം വസ്തുതയാണ്. അപ്പോൾ നികുതി ഇളവിനുള്ള നിർദ്ദേശം ഫിനാൻസ് ബില്ലിൽ ചേർത്ത ശേഷം പിന്നെ UDFന്റെ ചർച്ച കൊണ്ട് എന്താണ് പ്രസക്തി എന്നാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്. ഈ പുകമറ ഉണ്ടാക്കുന്നത് മദ്യക്കമ്പനിയുടെ വഴിവിട്ട ആവശ്യം അംഗീകരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ അടവാണ് എന്നും പിണറായി വിജയൻ വിമർശിക്കുന്നു. ഒപ്പം തന്നെ ബഡ്ജറ്റ് അവതരിപ്പിച്ച മുതൽ അതിന്റെ പ്രഖ്യാപനങ്ങൾ ന്യായീകരിച്ച് സംസാരിച്ച മുഖ്യമന്ത്രി ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ നയപരമായി തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ആണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ മദ്യനികുതി ഇളവിന്റെ കാര്യം വന്നപ്പോൾ UDF തീരുമാനം ആയിട്ടില്ല എന്നത് വിചിത്രമായ വാദമാണെന്നും പിണറായി വിജയൻ വിമർശിക്കുന്നു. പ്രതിപക്ഷ മാധ്യമങ്ങളും ഒപ്പം തന്നെ സാമുദായിക സംഘടനകളൊക്കെ തന്നെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച വിഷയത്തിൽ. ഒപ്പം തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം ഘടകകക്ഷികളും ഉന്നയിച്ച എതിർപ്പുകളും ആശങ്കകളും നികുതി ഇളവ് കൂട്ടാനുള്ള തീരുമാനം എതിരായി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ ഈ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എക്സൈസ് വകുപ്പ് മന്ത്രി ലിജു പോലും ഈ വിഷയം അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഫിനാൻസ് ബില്ലിൽ ഇത് സ്വാഭാവികമായി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നിയമമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഗൗരവതരമായ അന്തരീക്ഷത്തിൽ കോൺഗ്രസ് പാർട്ടി ഇത് നേതൃത്വം ഇക്കാര്യങ്ങൾ വിലയിരുത്തണം. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ ടീം UDF സങ്കല്പം പോലും ഇപ്പോൾ മുഖ്യമന്ത്രി സ്വകാര്യവൽക്കരിച്ചിരിക്കുകയാണ്. മദ്യക്കമ്പനികളും തീരദേശം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന കുത്തകളുമാണ് ഇപ്പോൾ ടീം UDFിലെ പുതിയ ഘടകകക്ഷികളെന്നും പിണറായി വിജയൻ വിമർശിച്ചു. മുന്നണിയോ മന്ത്രിസഭയോ അറിയാതെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി നിർണായകമായ തീരുമാനമെടുത്ത ഒട്ടനവധി സന്ദർഭങ്ങളാണ് കഴിഞ്ഞ ഒരു മാസത്തിൽ നടന്നത്. അതുകൊണ്ട് മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തെറ്റായ തീരുമാനം അടിയന്തരമായി സർക്കാർ തിരുത്തണം. അത് ഫിനാൻസ് ബില്ലിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായി നിയമമായി മാറും. അങ്ങനെ ഫിനാൻസ് ബില്ലിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി UDF ചർച്ച ചെയ്യുമെന്ന് പറയുന്നതിൽ ഒരു തരത്തിലുള്ള പ്രസക്തിയുമില്ല. അത് മദ്യക്കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ അടവാണ് എന്നതാണ് പിണറായി വിജയൻ അല്പം മുമ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. അക്ഷയ്, ശരി, എന്തായാലും നൃപൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ധനബില്ല് കൂടി 1-ാം തീയതി സഭയിലേക്ക് എത്താനിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇത്തരത്തിലൊരു വിമർശനം ഉയരുന്നത്. എന്തായാലും മുഖ്യമന്ത്രി സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നും വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവ് എന്ന തീരുമാനത്തിൽ നിന്ന് സർക്കാർ എന്തായാലും പിന്നോട്ട് പോകണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ ഒരു ആവശ്യങ്ങളിൽ ഉള്ളത്. നൃപൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്.